ആ ഡീൽ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും ഡീലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അല്ലാതെ സ്വർണ്ണക്കടത്തുകാരന് വേണ്ടി വാദിച്ച ഒരാളെ ആ കേസ് കഴിയുന്നതിന് മുന്നേ സർക്കാർ ഭാഗം വാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചുമതലപ്പെടുത്തുമോ? വലിയ വിഷയമായപ്പോൾ അവർക്ക് യൂട്ടേൺ അടിക്കേണ്ടി വന്നെങ്കിലും അതിനെല്ലാമുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കാണുന്നത് രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിലേക്ക്, ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലേക്ക് ഒരു കഞ്ചാവ് കേസിലെ പ്രതിയുടെ ഉറ്റ ബന്ധുവിനെ, സഹോദരനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കഞ്ചാവ് കേസും കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ നഹാസ് പത്തനംതിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനുൾപ്പെടെ പങ്കുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. നഹാസ് പത്തനംതിട്ടയുടെ ഉറ്റ ചങ്ങായിമാർ വിവിധ കേസുകളിൽ പ്രതിയാകുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നഹാസ് പത്തനംതിട്ട താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് 2.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തിയത്. അത് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നഹാസ് പത്തനംതിട്ടയെ പിടിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തിയത്. ഇത് ജനങ്ങളെ പറ്റിക്കലല്ലേ? ഈ പ്രതിയെ സംരക്ഷിക്കില്ലേ? ഇത്തരം പ്രതികളെ സംരക്ഷിക്കാനല്ലേ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുക? കോൺഗ്രസ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കാരണം പലരും പലരുടെയും ബന്ധുക്കളെ തിരികെ കയറ്റുന്ന തിരക്കിലാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഇത് സംബന്ധിച്ച വലിയ വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് സ്വന്തം അളിയനെ നിയമിച്ചു. അളിയനെ നിയമിച്ചിട്ട് മണിക്കൂറുകൾ കൊണ്ട് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ RSS കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ ഒരു ഭാഗത്ത് എല്ലാമുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചില ഡീലിൻ്റെ ഭാഗമാണ്, ചില ഇടപാടുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഗൗരവപൂർവം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ കൃത്യമായി മറുപടി പറയാൻ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ വാർത്തകളിൽ കാണുന്നത്, ഇന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഇന്ന് പല ബസ്സുകളിലും പുതിയ സ്റ്റിക്കർ വന്നിരിക്കുകയാണ്. സിറ്റി ഫാസ്റ്റ് എന്നാണ് പല ഓർഡിനറി ബസ്സുകളുടെയും പുറത്ത് ഒട്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആനുകൂല്യം കിട്ടേണ്ട പല ബസ്സും സിറ്റി ഫാസ്റ്റാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമ വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ സർക്കാർ ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി DYFI അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.